പടച്ചവനെ ആ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ. ആ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാസിത്ത. മാസിത്ത എവിടെന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ്. പടച്ച റബ്ബേ, ഫിറഔനിന്റെ ഭാര്യയായ ആസിയ, ഫിറഔനിന്റെ ഭാര്യയായ ആസിയ, ആസിയായും ഈ പ്രഭാഷണം കേൾക്കുകയാണ്. അവരുടെ ജീവിതത്തിലാണ് മാറ്റം വന്നത്. പടച്ചവനെ, അതാ മൂസാ നബി പറഞ്ഞു, ആരോടും പറയണ്ട. അതാ മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ആരോടും പറയാതെ രഹസ്യമായി വെക്കുകയാണ്. തന്റെ ഭർത്താവിനെ ദഅവത്ത് ചെയ്ത് മുസ്ലിമാക്കി, തന്റെ മക്കളെ ദഅവത്ത് ചെയ്ത് മുസ്ലിമാക്കി. അങ്ങനെ മുസ്ലിമായി ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഫിറഔനിന്റെ മകളുടെ മുടി ചീപ്പെടുക്കുമ്പോ അത് താഴെ വീഴുകയാ. മാസിത്ത പറഞ്ഞു, അല്ലാ അല്ലാ. ഉടനെ ഫിറഔനിന്റെ മകള് ചോദിക്കുന്നു, മാസിത്ത, അല്ലാന്ന് പറഞ്ഞാലാരാ? എന്ന് പറഞ്ഞാലാരാ? മാസിത്ത പറഞ്ഞു, അല്ലാ എന്ന് പറഞ്ഞ എന്റെ റബ്ബാണ്, ഈ ലോകത്തിന്റെ അധിപനാണ്, നമ്മുടെയൊക്കെ റബ്ബാണ് അല്ലാ. ഫിറഔനിന്റെ മകള് ചോദിക്കുകയാ, എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? ഫിറഔനിന്റെ മകളോട് മാസിത്ത പറയുന്നു, നിന്റെ വാപ്പ അടിമയാണ്, നിന്റെ വാപ്പ അടിമയാണ്. നിന്റെ വാപ്പയെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാ. അല്ലാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. അതാ ഫിറഔനിന്റെ മകള് കൊട്ടാരത്തിന്റെ അകത്തേക്ക് ഓടിച്ചെല്ലുകയാ. രാജസിംഹാസനത്തിലിരിക്കുന്ന പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് പൊന്നുമോള് ചോദിക്കുന്നു, വാപ്പാ, നിങ്ങൾ അടിമയാണോ? നിങ്ങൾ അടിമയാണോ? നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? ആ റബ്ബിന്റെ പേരാണ് അല്ലാ. ഫിറഔൻ ചോദിച്ചു, ആരാ പറഞ്ഞത് ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന്? ഞാൻ അടിമയാണെന്ന് ആരാ എന്റെ പൊന്നുമോളോട് പറഞ്ഞത്? മാസിത്തയാണ് പറഞ്ഞത്. അവസാനം മാസിത്തയെ പിടിച്ചുകൊണ്ട് വരികയാണ്. മാസിത്തയോട് പറഞ്ഞു, മതം മാറാ. മാസിത്ത പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. അതാണടോ ഈമാൻ എന്ന് പറയുന്നത്. പടച്ചവനെ, പേടിയങ്ങു മാറിയടോ. സാക്ഷാൽ ഫിറഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, എന്നെ നീ കൊന്നാലും ഞാൻ മതം മാറില്ല. എന്തൊരു ധൈര്യമെന്നറിയോ, എന്തൊരു ധൈര്യമെന്നറിയോ. അവസാനം എല്ലാവരും കൂടെ തീരുമാനമെടുത്തു, ഈ മാസിത്തയെ കൊന്നുകളയാൻ ഏറ്റവും വലിയ ശിക്ഷ വേണം കൊടുക്കാൻ. എല്ലാവർക്കും മാതൃകയാകുന്ന ശിക്ഷ വേണം കൊടുക്കാൻ. ഇനി ഒരാൾ പോലും മതം മാറാൻ പാടില്ല. അങ്ങനെ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പില് മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ കൈകുഞ്ഞുമായി കടന്നു ചെല്ലുകയാണ്. അവിടെ കൊണ്ട് പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, മാസിത്ത, ഈ തിളച്ചു മറിയുന്ന എണ്ണ കണ്ടോ മാസിത്ത? നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? ഒരു പേടിയുമില്ലാതെ പറഞ്ഞു, മാറ്റമില്ല. തന്റെ ഭർത്താവിനെ കൊണ്ടുവരികയാണ്. തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പില് അതിന്റെ മുകളിലേക്ക് തലകീഴായി കെട്ടി തൂക്കിയിട്ട് ചോദിച്ചു, മാസിത്ത, മാറ്റമുണ്ടോ? നിന്റെ ഭർത്താവിനെ വെറുതെ കൊന്നുകളയരുത്. മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാക്കുകയാണ്. തന്റെ ഭർത്താവിനെ അവര് കൊന്നുകളഞ്ഞടോ. മക്കളെ കൊണ്ടുവന്നു. ഓരോ മകളെയും, മൂത്ത മകളെയും രണ്ടാമത്തെ മകളെയും രണ്ട് കുട്ടികളെയും കൊണ്ടുവന്ന് ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് കരിച്ചു കളഞ്ഞടോ. മാസിത്ത പതറിയില്ല. മാസിത്തയ്ക്ക് പേടിയില്ല. തന്റെ മക്കള് സ്വർഗത്തിലാണല്ലോ, പറവകളെ പോലെ പറന്നു പോകുന്നല്ലോ. അവസാനം മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ പട്ടാളക്കാര് കടന്നു വന്നിട്ട് തന്റെ കയ്യിലിരിക്കുന്ന പാല് കുടിക്കുന്ന ചോര കുഞ്ഞുണ്ടല്ലോ, ആ പൊന്നുമോനെ പിടിക്കാൻ പോവുകയാണ്. പാല് കുടിക്കുന്ന മകനാണ്. മാസിത്ത മുറുകെ പിടിക്കുകയാണ്. തന്റെ പൊന്നാര മകനെ കൊടുക്കാൻ വിസമ്മതിക്കുകയാണ്. മാസിത്തയുടെ കണ്ണ് നിറയുക.
കരയുകയാണ്. കാരണം പാല് കുടിക്കുന്ന പൊന്നുമോനാണ്. പടച്ചവനെ എല്ലാവരും കളിയാക്കുകയാണ്. ഇവള് തോറ്റുപോയല്ലോ, ഇവള് തോറ്റുപോയല്ലോ, രണ്ട് മക്കളെയും ഭർത്താവിനെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ. എല്ലാവരും കളിയാക്കുമ്പോ ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ അവിടുന്ന് കണ്ണു തുറന്നു നോക്കുമ്പോ ഉമ്മ കരയുകയാ. എല്ലാവരും ഉമ്മാനെ കളിയാക്കുകയാ. ആ പാല് കുടിക്കുന്ന കുഞ്ഞു സംസാരിക്കാറില്ല. പാല് കുടിക്കുന്ന ചെറിയ മക്കള് പെട്ടെന്ന് സംസാരിക്കാറില്ല. എന്നാ മാഷിത്തയുടെ നെഞ്ചിൽ ചേർന്നിരിക്കുന്ന ആ പൊന്നുമോനുണ്ടല്ലോ, കരയുന്ന ഉമ്മയോട് പറയുകയാണ്, യാ ഉമ്മ ലാ തഖഫ് വലാ തഹ്സൻ. എന്തിനാ ഉമ്മ പേടിക്കുന്നത്? എന്തിനാ ഉമ്മച്ചി കരയുന്നത്? എന്തിനാണ് സങ്കടപ്പെടുന്നത്? നമ്മള് സ്വർഗത്തിലല്ലേ ഉമ്മ, നമ്മള് സ്വർഗത്തിലല്ലേ ഉമ്മ, നമുക്ക് ഷഹീദിന്റെ കൂലിയല്ലേ ഉമ്മ, സ്വർഗത്തിൽ വെച്ച് കാണാം ഉമ്മ, ധൈര്യമായിട്ട് കൊടുക്കുമ്മ. ആ പാല് കുടിക്കുന്ന പൊന്നുമകൻ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, അതിനെയും കൊന്നുകളയുകയാണ്. അവസാനം മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ആ മാഷിത്തയും ആ ഫിർഔൻ കൊന്നുകളയുകയാണ്. അങ്ങനെ ഒരു കുടുംബത്തെ കൊന്നുകളഞ്ഞിട്ട് കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് കയറി ചെല്ലുമ്പോ അതാ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ രംഗമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫിർഔൻ ചോദിക്കുന്നു, ആസിയ, ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ പെണ്ണിനും അവളുടെ കുടുംബത്തിനും ഞാൻ കൊടുത്ത ശിക്ഷ കണ്ടോ ആസിയ? ഇഷ്ടമായോ ആസിയ? ആസിയ ബീവിയുടെ മറുപടി എന്തെന്നറിയുമോ? ആ പെണ്ണ് പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? ആസിയ പദാ പറയുകയാണ്, മാഷിത്ത പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? നിങ്ങളടിമയല്ലേ, നിങ്ങളടിമയല്ലേ, നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരല്ലേ അല്ലാ, ആ റബ്ബിന്റെ പ്രവാചകനല്ലേ മൂസ, റബ്ബി മൂസ വഹാറൂ. ഞാനും ആ മതത്തിലാണ്, ഞാനും ആ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. ഫിറഔന് പതറിപ്പോയടോ, ഫിറഔന് പരാജയപ്പെട്ടു പോയടോ. അവസാനം തന്റെ കൂടെ കടന്നവൾ പോലും മതം മാറിയിരിക്കുകയാണ്. പിന്നെ പീഡനങ്ങളായി കൊട്ടാരത്തിന്റെ അകത്തിട്ട് പീഡിപ്പിച്ചു. അവസാനം മരുഭൂമിയിൽ കൊണ്ട് പീഡിപ്പിച്ചു. അല്ലാഹുവേ, എന്തൊരു സുന്ദരിയാണെന്നറിയുമോ ആസിയ? കുളിക്കാൻ പോകുമ്പോ ഗ്ലാമർ കണ്ടിട്ടാണ് ഫിറഔന് വിവാഹം കഴിച്ചത്. ആസിയ ബീവി എല്ലും തോലുമായി തൊലി കറുത്തുപോയി, കണ്ണു കുടിഞ്ഞു പോയി. അവസാനം ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ആ മഹ്ദി അവിടുന്ന് പട്ടാളക്കാര് കൊല്ലുമ്പോ ആസിയ റബ്ബിനോട് ചോദിച്ചതെന്തെന്നറിയുമോ? റബ്ബിബ്നി ലീ ഇൻദക ബൈതം ഫിൽ ജന്ന. അല്ലാഹുവേ, ഞാൻ കളയുന്നത് ഫിറഔനിന്റെ കൊട്ടാരമല്ല, ദുനിയാവിലെ സ്വർഗമല്ല, ഇവന്റെ കൊട്ടാരം ഞാൻ വലിച്ചെറിയുകയാ. ആസിയയ്ക്ക് വേണ്ടതെന്തെന്നറിയുമോ? ബൈതം ഫിൽ ജന്ന. സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണം തമ്പുരാനെ. ഈ പെണ്ണിന്റെ ചരിത്രമാണ് അല്ലാഹു പറയുന്നത്. ഖിയാമത്ത് നാൾ വരെയുള്ളവര് കണ്ടുപിടിക്കാൻ. ഇതാണോ ഈമാൻ? ഇതാണോ ഈമാൻ? ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ കേറിയാ പേടി പോവുകയാണ്, സർവ്വ ബേജാറും പോവുകയാ. അല്ലാഹു ഈ മഹാന്മാരുടെ പൊരുത്തം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ആരെല്ലാം മുമ്പിലേക്ക് കയറിയിരുന്നു, പടച്ചവനെ ആ കേറിയിരുന്നത് അത്രയും ചുവട്ടടി നീ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, ഏതെല്ലാം മക്കാമുകളിൽ കടന്നു ചെല്ലുമ്പോഴും ആ മക്കാമുകളുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ആയത്ത് കാണാം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയുമോ? അലാ ഇന്ന ഔലിയാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മൾ ഏകദേശം മക്കാമുകളിലൊക്കെ പോകുമ്പോൾ ഈ ആയത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ആരാണ് ഔലിയാക്കന്മാർ? അല്ലാഹ് അവരെ കുറിച്ച് പറഞ്ഞത് എന്താ?
അള്ളാഹു അവരുടെ യോഗ്യത പറയുകയാ, അവരുടെ ക്വാളിറ്റി എന്താണെന്ന് പറയുക. അള്ളാഹു പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹിന്റെ ഔലിയാക്കന്മാർ ആരെന്നറിയോ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ യോഗ്യത എന്തെന്നറിയുമോ? അവരുടെ ക്വാളിറ്റി എന്തെന്നറിയുമോ? അള്ളാഹു പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ മഖാമിനകത്ത് കിടക്കുന്ന ഈ മഹാന്മാരുടെ ഒന്നാമത്തെ ക്വാളിറ്റി, അവർക്ക് അല്ലാഹനെ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരെയും അവർക്ക് പേടിയില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഒന്നാമത്തെ ക്വാളിറ്റി, അവർക്ക് പടച്ച റബ്ബിനെ അല്ലാതെ ഈ മഖ്ലൂക്ക്, ലോകത്ത് ഒരു മഖ്ലൂക്കിനെയും അവർക്ക് പേടിയില്ല. അള്ളാനെ അല്ലാതെ വേറെ ആർക്കും, വേറെ ഒരൊറ്റ ഒരുത്തനെയും ഒരു ശക്തിയെയും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് ഭയമില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമുക്കോ അള്ളാനെ ഒട്ടും പേടിയില്ല, ബാക്കിയുള്ള സർവ്വതിനെയും നമുക്ക് വല്ലാത്ത പേടിയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളും അവരും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം എന്താ? അവർക്കാണെങ്കിൽ അള്ളാനെ മാത്രമേ പേടിയുള്ളൂ, ലോകത്ത് ഒരു ശക്തിയെയും അവർക്ക് പേടിയില്ല. നമുക്കോ അള്ളാനെ ഒട്ടും പേടിയില്ല, എന്ന ബാക്കിയുള്ള സർവ്വതിനെയും നമുക്ക് വല്ലാത്ത പേടി. അധികാരികളെയൊക്കെ നമുക്ക് വല്ലാത്ത പേടിയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, അള്ളാനെ ഭയക്കണം. അള്ളാനെ ഭയക്കണമെങ്കിൽ അള്ളാഹ് ആരാണെന്ന് നീ അറിയണം. ഈ ദാടിയും തഴമ്പും വെച്ചിട്ട് കുറെ കാലമായി വഴുതും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അള്ളാഹ് ആരാണെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഈ ഇരിക്കണം നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കട്ടെ. ഒരു ഹൈന്ദവ വിശ്വാസിയായ സഹോദരൻ നിന്റെ അടുത്ത് ചോദിക്കുന്നു, കാക്ക ഹരിയാരെ, അള്ളാഹ് എന്ന് പറഞ്ഞ ആരാ? എനിക്കൊന്ന് പറഞ്ഞതാ. ഈ താടിയും തഴമ്പുള്ള ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരുൾപ്പെടെ നമ്മളോട് എല്ലാരോടും ആരോടെങ്കിലും ഒരാള് ചോദിക്കുന്നു, അള്ളാന്ന് പറഞ്ഞ ആരാ? നിനക്ക് എത്ര കൊല്ലമായി സുജൂദ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 40 കൊല്ലം, 45 കൊല്ലം, 50 കൊല്ലം, അതിനിടയിൽ 10 കൊല്ലം പള്ളിയുടെ പ്രസിഡന്റ്, പള്ളിയുടെ സെക്രട്ടറി, കമ്മിറ്റിക്കാരൻ, മുഷാവറ അംഗം, അല്ലെങ്കിൽ അത് അങ്ങനെ എങ്ങനെ എന്തോ ആകട്ടെ, നിന്നോട് ചോദിക്കുന്നു, ഈ ഇരിക്കണ ഈ സഹോദരൻ ചോദിക്കുന്നു, അള്ളാന്ന് പറഞ്ഞ ആരാ? എനിക്കൊന്ന് പറഞ്ഞതാ. നീ എന്തോ പറയും? എന്നെ പടച്ചതല്ല, ഭക്ഷണം തരുന്നവനല്ല, ഈ ലോകം പടച്ചതല്ല, മരിപ്പിക്കുന്നവനല്ല, തീർന്നു നിന്റെ സ്റ്റോക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതിനപ്പുറം നീ അള്ളാഹിനെ കുറിച്ച് എന്തോ പറഞ്ഞു കൊടുക്കും? ഇതിനപ്പുറത്ത് അള്ളാഹയെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ എന്തറിവാ നിനക്കുള്ളത്? എടോ, അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്ക്. വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ. എന്റെ റബ്ബാണല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ. ആ റബ്ബ് നിന്റെ റബ്ബ് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കയറണം. ഈമാൻ അങ്ങോട്ട് കയറണം, ഈമാൻ അങ്ങോട്ട് ഉറയ്ക്കണം. ആ ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ നിന്റെ പേടി മാറും, നിന്റെ സ്വഭാവം മാറും, നിന്റെ പ്രവർത്തനങ്ങൾ മാറും, നിന്റെ ജീവിതത്തിന്റെ ശൈലി മാറും. അള്ളാഹു ഹൃദയത്തിന്റെ അകത്ത് കയറിയാൽ, അള്ളാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് കയറിയാൽ, അവന്റെ ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ പേടി മാറുകയാണ്. അതിനറിവ് പഠിക്കണമെന്നില്ല, 1000 വഅദ് കേൾക്കണമെന്നില്ല, പടച്ചവനെ നിങ്ങൾ ഉയർന്ന പദവിയിലെത്തണമെന്നില്ല. അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കിയാ മതി. ഞാൻ ഒരുപാട് വഅദ് പറയുന്നവരാണ്, നിങ്ങൾ ഒരുപാട് വഅദ് കേൾക്കുന്നവരാണ്. എത്ര വഅദ് കേട്ടിട്ടും ജീവിതത്തിൽ മാറ്റമില്ലല്ലോ. എന്തേ വാപ്പാ നന്നാകാത്തത്? പറയുന്നവനുമില്ല, കേൾക്കുന്നവനുമില്ല. നമ്മുടെ അവസ്ഥയാടോ? എത്രയോ വഅദ് കേൾക്കുന്നു, ആരുടെ മൊബൈൽ എടുത്താലും ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ വഅദ് കേൾക്കുന്നവരല്ലേ. എന്നിട്ട് എന്തേ നന്നാകാത്തത്? പറയുന്നവനും നന്നാകുന്നില്ല, കേൾക്കുന്നവനും നന്നാകുന്നില്ല. വഅദ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാരും വഅദ് കേൾക്കണം. ഇപ്പൊ ഉറങ്ങുമ്പോ വഅദ് കേട്ടിട്ടാ ഉറങ്ങാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നോട് തന്നെ പലരും പറയാറുണ്ട്, സിറാജ് ഉസ്താദെ നിങ്ങളുടെ വഅദ് കേട്ടിട്ടാ ഉറങ്ങണേന്ന്. അത് പറയുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടമാണ്. കാരണം എന്തേ, പണ്ട് പാട്ട് കേട്ടുറങ്ങുന്നു, ഇപ്പൊ വഅദ് കേട്ടുറങ്ങുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വഅദ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കേട്ട് 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 ഇപ്പൊ നിങ്ങൾ തന്നെ വഅദ് പറയാൻ തുടങ്ങി. പണ്ട് കല്യാണ വീട്ടിൽ പാട്ട് പാടുന്നു, ഇപ്പൊ കല്യാണ വീട്ടിൽ വഅദ് പറയുന്നു. ഇപ്പൊ ഷോയതാ, ഇപ്പത്തെ പുതിയ മോഡൽ അതാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഅദ് പറയുന്നവനും വഅദ് കേൾക്കുന്നവനും അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ചില ഉസ്താദന്മാരുടെ വഅദ് കേട്ടാൽ കുടിയന്മാര് വരെ നന്നാകും. ഒരു മുതുകുടിയും കള്ളും കഞ്ചാവും അടിച്ച് നടക്കുന്നവൻ വരെ വഅദ് കേട്ടാൽ നന്നാകും. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരു കള്ളുകുടിയനായ മനുഷ്യനെ കൊണ്ടുവരും. അവൻ അള്ളാഹുടെ മുമ്പിൽ വിചാരണയൊക്കെ നടത്തിയിട്ട് അള്ളാഹ് അവനോട് പറയും, നീ സ്വർഗത്തിൽ പൊക്കോളാൻ. ഓനിങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഒരു ഉസ്താദിനെ മലക്കുകൾ നരകത്തിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്.
അപ്പൊ ഈ ചങ്ങാതി ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ നിങ്ങളുടെ വഴുത് കേട്ടിട്ടാ ഞാൻ നന്നായേ, നിങ്ങളുടെ വഴുത് കേട്ടിട്ടാ ഞാൻ കള്ളുകൂടി നിർത്തിയേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് നിങ്ങളുടെ വഴുത് കേട്ടിട്ടാ, എനിക്ക് സ്വർഗം നിങ്ങൾക്ക് നരകം, എന്ത് പറ്റി ഉസ്താദെ? അപ്പൊ ഉസ്താദ് പറയും, മൈക്ക് കിട്ടുമ്പോ പറയുന്ന സ്വഭാവം മാത്രമേ എനിക്കുള്ളൂ, ഞാനത് ചെയ്യാറില്ലായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു എന്നെ ആ വിഭാഗത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. എടാ മൈക്ക് കിട്ടിയേ ഞാൻ വാത് പറയും, നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ്, ഇത് വല്ലതും ഉണ്ടോ? ഞാൻ ഇന്ന് പോയി കിടന്ന് പോത്തുറങ്ങണ പോലെ ഉറങ്ങാ, സുബയില്ല, എന്ത് വഴുതടോ? അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ല പറഞ്ഞത് ഈ പെണ്ണിനെ കണ്ടുപിടിക്കാനാ. ഈമാനിന്റെ വിഷയത്തിൽ ആ പെണ്ണാരാ? ഒരു പ്രവാചകന്റെ ഉമ്മയല്ല, ഒരു പ്രവാചകന്റെ മകളല്ല, ഒരു പ്രവാചകന്റെ ഭാര്യയല്ല, ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകളുടെ ചരിത്രം പറഞ്ഞിട്ട് അല്ല പറയുകയാ ഖിയാമത്ത് നാൾ വരെയുള്ളവര് ഈ പെണ്ണിനെ കണ്ടുപിടിക്കാൻ. ആ പെണ്ണാണെങ്കിലോ ജീവിതത്തിൽ ഒറ്റ വഴല കേട്ടിട്ടുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നമ്മളെ പോലെ ഓൺലൈൻ വരെ എടുത്തു വെച്ച് നേരം വെളുത്ത വൈകുന്നേരം വരെ വഴല് കേട്ട പെണ്ണല്ല. ജീവിതത്തിൽ ഒരേ ഒരു വഴല് കേട്ട, ഒരേ ഒരു പ്രഭാഷണം കേട്ട ഒരു പെണ്ണിന്റെ ചരിത്രം അള്ളാഹു പറയുകയാ. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ഈമാനിന്റെ വിഷയത്തിൽ ആ പെണ്ണിനെ കണ്ടുപിടിക്കണം. ആ പെണ്ണാരാണെന്നറിയുമോ? ആ പെണ്ണാരുടെ വഴലാണ് കേട്ടതെന്നറിയുമോ? മഹാനായ ഖലീലുള്ളാഹ്, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്ന് വഅ്ള് പറയാൻ അല്ലാഹു പറയുകയാണ്, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു നടക്കുന്ന സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അവനോട് പറഞ്ഞു കൊടുക്കണം അല്ലാഹു ആരാണെന്ന്. മൂസാ നബി പറയുന്നു, അല്ലാഹ് ഒറ്റയ്ക്ക് പോകാൻ വയ്യ, സഹോദരനായ ഹാറൂനിനെ വേണം തമ്പുരാനെ. അങ്ങനെ ഹാറൂൻ എന്ന് പറയുന്ന കൂടപ്പറപ്പിനെയും കൊടുക്കുകയാണ്. രണ്ടുപേരും കൂടെ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ചെന്നു അല്ലാഹനെ കുറിച്ച് ഫിർഔനിനോട് വഅ്ള് പറയുകയാണ്. അല്ലാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. കയ്യിലിരിക്കുന്ന കമ്പ് താഴെയിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുത്തു, പ്രകാശിക്കുന്ന വിരട് കാണിച്ചു കൊടുത്തു. അല്ലാഹുവാണ് ജനിപ്പിക്കുന്നവൻ, അല്ലാഹുവാണ് ജീവൻ കൊടുക്കുന്നവൻ, അല്ലാഹുവാണ് മരിപ്പിക്കുന്നവൻ. ഫിർഔനിനോടെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഫിർഔനെ കളിയാക്കുകയാണ്, ഫിർഔനെ പരിഹസിക്കുകയാണ്. പടച്ചവനെ, ഫിർഔനിന്റെ മുമ്പിൽ ചെന്ന് വഅ്ള് പറഞ്ഞപ്പോ ഫിർഔന് നന്നായില്ല. എന്നാൽ ആ കൊട്ടാരത്തിലെ ചില പെണ്ണുങ്ങൾ നന്നായടോ. ആ പ്രഭാഷണം കേട്ടിട്ട് വേറെ ചിലരാണ് നന്നായത്. ആരാണ് നന്നായതെന്നറിയുമോ? പടച്ചവനെ, ആ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ. ആ കൊട്ടാരത്തിലെ വേലക്കാരിയാണ് മാസിത്ത. മാസിത്ത എവിടെന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ്. പടച്ച റബ്ബേ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ, ആസിയായും ഈ പ്രഭാഷണം കേൾക്കുകയാണ്. അവരുടെ ജീവിതത്തിലാണ് മാറ്റം വന്നത്. പടച്ചവനെ, അതാ മൂസാ നബി പറഞ്ഞു, ആരോടും പറയണ്ട. അതാ മാസിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ആരോടും പറയാതെ രഹസ്യമായി വെക്കുകയാണ്. തന്റെ ഭർത്താവിനെ ദഅവത്ത് ചെയ്ത് മുസ്ലിമാക്കി, തന്റെ മക്കളെ ദഅവത്ത് ചെയ്ത് മുസ്ലിമാക്കി. അങ്ങനെ മുസ്ലിമായി ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഫിർഔനിന്റെ മകളുടെ മുടി ചീപ്പെടുക്കുമ്പോ അത് താഴെ വീഴുകയാ. മാസിത്ത പറഞ്ഞു, അല്ലാ അല്ലാ. ഉടനെ ഫിർഔനിന്റെ മകള് ചോദിക്കുന്നു, മാസിത്ത, അല്ലാന്ന് പറഞ്ഞാലാരാ? അല്ലാന്ന് പറഞ്ഞാലാരാ? മാഷിത്ത പറഞ്ഞു, അല്ലാ എന്ന് പറഞ്ഞ എന്റെ റബ്ബാണ്, ഈ ലോകത്തിന്റെ അധിപനാണ്, നമ്മുടെയൊക്കെ റബ്ബാണ് അല്ലാ.
ഫിർഔനിന്റെ മകള് ചോദിക്കുകയാ, എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? ഫിർഔനിന്റെ മകളോട് മാസിത്ത പറയുന്നു, നിന്റെ വാപ്പ അടിമയാണ്, നിന്റെ വാപ്പ അടിമയാണ്. നിന്റെ വാപ്പയെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. അതാ ഫിർഔനിന്റെ മകള് കൊട്ടാരത്തിന്റെ അകത്തേക്ക് ഓടിച്ചെല്ലുകയാ. രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് പൊന്നുമോള് ചോദിക്കുന്നു, വാപ്പാ നിങ്ങൾ അടിമയാണോ? നിങ്ങൾ അടിമയാണോ? നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? ആ റബ്ബിന്റെ പേരാണ് ഫിർഔൻ ചോദിച്ചു, ആരാ പറഞ്ഞത് ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന്? ഞാൻ അടിമയാണെന്ന് ആരാ എന്റെ പൊന്നുമോളോട് പറഞ്ഞത്? മാഷിത്തയാണ് പറഞ്ഞത്. അവസാനം മാഷിത്തയെ പിടിച്ചുകൊണ്ട് വരികയാണ്. മാഷിത്തയോട് പറഞ്ഞു, മതം മാറാ. മാഷിത്ത പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. അതാണടോ ഈമാൻ എന്ന് പറയുന്നത്. പടച്ചവനെ പേടിയങ്ങു മാറിയടോ. സാക്ഷാൽ ഫിർഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, എന്നെ നീ കൊന്നാലും ഞാൻ മതം മാറില്ല. എന്തൊരു ധൈര്യമെന്നറിയോ, എന്തൊരു ധൈര്യമെന്നറിയോ. അവസാനം എല്ലാവരും കൂടെ തീരുമാനമെടുത്തു, ഈ മാഷിത്തയെ കൊന്നുകളയാൻ ഏറ്റവും വലിയ ശിക്ഷ വേണം കൊടുക്കാൻ. എല്ലാവർക്കും മാതൃകയാകുന്ന ശിക്ഷ വേണം കൊടുക്കാൻ. ഇനി ഒരാൾ പോലും മതം മാറാൻ പാടില്ല. അങ്ങനെ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പില് മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ കൈകുഞ്ഞുമായി കടന്നു ചെല്ലുകയാണ്. അവിടെ കൊണ്ട് പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, മാഷിത്ത ഈ തിളച്ചു മറിയുന്ന എണ്ണ കണ്ടോ മാഷിത്ത? നിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ? ഒരു പേടിയുമില്ലാതെ പറഞ്ഞു, മാറ്റമില്ല. തന്റെ ഭർത്താവിനെ കൊണ്ടുവരികയാണ്. തിളച്ചു മറിയുന്ന എണ്ണയുടെ മുമ്പില് അതിന്റെ മുകളിലേക്ക് തലകീഴായി കെട്ടി തൂക്കിയിട്ട് ചോദിച്ചു, മാഷിത്ത മാറ്റമുണ്ടോ? നിന്റെ ഭർത്താവിനെ വെറുതെ കൊന്നുകളയരുത്. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാക്കുകയാണ്. തന്റെ ഭർത്താവിനെ അവര് കൊന്നുകളഞ്ഞടോ. മക്കളെ കൊണ്ടുവന്നു. ഓരോ മകളെയും, മൂത്ത മകളെയും രണ്ടാമത്തെ മകളെയും രണ്ട് കുട്ടികളെയും കൊണ്ടുവന്ന് ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ട് കരിച്ചു കളഞ്ഞടോ. മാഷിത്ത പതറിയില്ല. മാഷിത്തയ്ക്ക് പേടിയില്ല. തന്റെ മക്കള് സ്വർഗത്തിലാണല്ലോ, പറവകളെ പോലെ പറന്നു പോകുന്നല്ലോ. അവസാനം മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ പട്ടാളക്കാര് കടന്നു വന്നിട്ട് തന്റെ കയ്യിലിരിക്കുന്ന പാല് കുടിക്കുന്ന ചോര കുഞ്ഞുണ്ടല്ലോ, ആ പൊന്നുമോനെ പിടിക്കാൻ പോവുകയാണ്. പാല് കുടിക്കുന്ന മകനാണ്. മാഷിത്ത മുറുകെ പിടിക്കുകയാണ്. തന്റെ പൊന്നാര മകനെ കൊടുക്കാൻ വിസമ്മതിക്കുകയാണ്. മാഷിത്തയുടെ കണ്ണ് നിറയുകയാണ്. കാരണം പാല് കുടിക്കുന്ന പൊന്നുമോനാണ്. പടച്ചവനെ എല്ലാവരും കളിയാക്കുകയാണ്. ഇവള് തോറ്റുപോയല്ലോ, ഇവള് തോറ്റുപോയല്ലോ. രണ്ട് മക്കളെയും ഭർത്താവിനെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ. എല്ലാവരും കളിയാക്കുമ്പോ ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ അവിടുന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോ ഉമ്മ കരയുകയാ. എല്ലാവരും ഉമ്മാനെ കളിയാക്കുകയാ. ആ പാല് കുടിക്കുന്ന കുഞ്ഞു സംസാരിക്കാറില്ല. പാല് കുടിക്കുന്ന ചെറിയ മക്കള് പെട്ടെന്ന് സംസാരിക്കാറില്ല. എന്നാ മാഷിത്തയുടെ നെഞ്ചിൽ ചേർന്നിരിക്കുന്ന ആ പൊന്നുമോനുണ്ടല്ലോ, കരയുന്ന ഉമ്മയോട് പറയുകയാണ്, യാ ഉമ്മ ലാ തഖഫ് വലാ തഹ്സൻ. എന്തിനാ ഉമ്മ പേടിക്കുന്നത്? എന്തിനാ ഉമ്മച്ചി കരയുന്നത്? എന്തിനാണ് സങ്കടപ്പെടുന്നത്? നമ്മള് സ്വർഗത്തിലല്ലേ ഉമ്മ, നമ്മള് സ്വർഗത്തിലല്ലേ ഉമ്മ. നമുക്ക് ഷഹീദിന്റെ കൂലിയല്ലേ ഉമ്മ. സ്വർഗത്തിൽ വെച്ച് കാണാമുമ്മ. ധൈര്യമായിട്ട് കൊടുക്കുമ്മ. ആ പാല് കുടിക്കുന്ന പൊന്നുമകൻ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്. അതിനെയും കൊന്നുകളയുകയാണ്. അവസാനം
മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ ആ മാഷിത്തയും ആ ഫിർഔൻ കൊന്നുകളയുകയാണ്. അങ്ങനെ ഒരു കുടുംബത്തെ കൊന്നുകളഞ്ഞിട്ട് കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് കയറി ചെല്ലുമ്പോ അതാ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ രംഗമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫിർഔൻ ചോദിക്കുന്നു, ആസിയ, ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ പെണ്ണിനും അവളുടെ കുടുംബത്തിനും ഞാൻ കൊടുത്ത ശിക്ഷ കണ്ടോ ആസിയ? ഇഷ്ടമായോ ആസിയ? ആസിയ ബീവിയുടെ മറുപടി എന്തെന്നറിയുമോ? ആ പെണ്ണ് പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? ആസിയ പദാ പറയുകയാണ്, മാഷിത്ത പറഞ്ഞതിൽ എന്ത് തെറ്റാവുള്ളത്? നിങ്ങളടിമയല്ലേ, നിങ്ങളടിമയല്ലേ, നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരല്ലേ അല്ലാ, ആ റബ്ബിന്റെ പ്രവാചകനല്ലേ മൂസ, റബ്ബി മൂസ വഹാറൂ. ഞാനും ആ മതത്തിലാണ്, ഞാനും ആ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. ഫിറഔന് പതറിപ്പോയടോ, ഫിറഔന് പരാജയപ്പെട്ടു പോയടോ. അവസാനം തന്റെ കൂടെ കടന്നവൾ പോലും മതം മാറിയിരിക്കുകയാണ്. പിന്നെ പീഡനങ്ങളായി കൊട്ടാരത്തിന്റെ അകത്തിട്ട് പീഡിപ്പിച്ചു, അവസാനം മരുഭൂമിയിൽ കൊണ്ട് പീഡിപ്പിച്ചു. അല്ലാഹുവേ, എന്തൊരു സുന്ദരിയാണെന്നറിയുമോ ആസിയ? കുളിക്കാൻ പോകുമ്പോ ഗ്ലാമർ കണ്ടിട്ടാണ് ഫിറഔന് വിവാഹം